ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഷൈൻ വണ്ടി നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് കയറിയിട്ട്, അപ്പോൾ നമുക്ക് നിലവിൽ സെൽഫും വർക്കിംഗ് അല്ല, കിക്കറാണി അടിക്കാനും പറ്റില്ല. അതായത് കിക്കറിൻ്റെ ഇവിടെ ഒടിഞ്ഞു പോയേക്കാം. ഈ ഭാഗം കിക്കറും മില്ലിങ് വരുന്ന ഭാഗത്ത് വന്ന ജോയിൻറ്റ് പൊട്ടിപ്പോയേക്കാം. അപ്പോൾ കിക്കർ അസംബ്ലി ഒരെണ്ണം മേടിച്ച് മാറ്റിയിട്ടാലാണ് വണ്ടി ഒന്ന് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സെൽഫിൻ്റെ കേസ് റെഡിയാക്കാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടി മോട്ടർ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്തു. മോട്ടർ അഴിക്കുന്ന സമയത്ത് ഓൾറെഡി മോട്ടർ കംപ്ലൈൻറ്റാണ്. അതിൻ്റെ മാഗ്നറ്റൊക്കെ മോട്ടറിൻ്റെ ഉള്ളിൽ തന്നെ മാഗ്നറ്റൊക്കെ ഇതിനകത്ത് ഇളകി പറഞ്ഞ് കിടക്കുകയാണ് മോട്ടോറിൽ. അപ്പോൾ ഇരുന്നിട്ട് റിപ്പയർ ചെയ്യണതിലും നല്ലത് മോട്ടർ മാറ്റി പുതിയ മോട്ടർ വയ്ക്കുന്നതാണ്. കാരണം ഇത് മൊത്തത്തിൽ സോൾഡർ ചെയ്തിട്ടൊക്കെയാണ് പിടിപ്പിച്ചാണത്. അപ്പോൾ മോട്ടർ മാറ്റി പുതിയത് വയ്ക്കുകയാണെങ്കിൽ അതാണ് ബെറ്റർ കുറച്ചും കൂടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫിൻ്റെ കേസ് റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ കേട്ടോ. കാരണം ഇതിൻ്റെ മാഗ്നറ്റ് പോയാൽ പിന്നെ നമുക്കത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതേപോലെ തന്നെ കിക്കർ അസംബ്ലി നമ്മൾ ഓർഡർ കൊടുത്ത് വരുത്തിയെടുക്കണം. ഓൾറെഡി നമ്മുടെ ഇതിൽ സ്റ്റോക്കില്ല, ഓർഡർ ചെയ്ത് വരുത്തേണ്ടതായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം വേണം നമുക്ക് അതിൻ്റെ കാർബറേറ്ററിൻ്റെ ഭാഗം ഒന്ന് അഴിച്ച് നോക്കിയിട്ട് നമുക്ക് എന്താ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ. ഇപ്പോൾ നമ്മളിപ്പോൾ അത് അഴിച്ചാലും നമുക്ക് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല, സെൽഫ് അടിക്കാനും പറ്റാത്ത കണ്ടീഷൻ ആയതുകൊണ്ട്. അപ്പോൾ അതൊന്ന് റെഡി ആക്കിയതിന് ശേഷം വേണം നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് എന്താണെന്നുള്ളത് വെച്ച് നോക്കാൻ. അത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഗിയറിൻ്റെ പെഡലും ഓൾറെഡി കംപ്ലൈൻ്റ് ഉണ്ട്, ഒടിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ. അതേപോലെ ഹാൻഡിൽ ബാർ ബെൻഡുണ്ട്. ഹാൻഡിൽ ബാറൊക്കെ ഓൾറെഡി നമ്മൾ സ്റ്റോക്ക് ഉണ്ട്, പക്ഷേ ബാക്കിയത്തെ സാധനങ്ങൾ നമ്മൾ വരുത്തി എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ഫോർക്കിൻ്റെ കണ്ടീഷനാണ് കേട്ടോ, ഫുള്ള് ലീക്കാണ്. ഫോർക്കിൻ്റെ കേസ് ഒന്നും പറഞ്ഞിട്ടില്ല. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് അതേപോലെ കിക്കർ ചെക്കുമ്പോൾ ഹാൻഡിൽ ബെൻഡ് ഗിയറിൻ്റെ അതൊക്കെയാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഈ രണ്ട് ഐറ്റം അറ്റ്ലീസ്റ്റ് നമുക്ക് അതിൻ്റെ കിക്കറെങ്കിലും വരുത്തിയിട്ട് വേണം നമുക്ക് അതിൻ്റെ ബാക്കിയത്തെ കേസ് നോക്കാനായിട്ട് കേട്ടോ. ഞാൻ വണ്ടി കയറ്റിയായിരുന്നു, അപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഐറ്റം വരുത്തിയിട്ട് ബാക്കിയത്തെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ.